നമസ്കാരം, ഞാൻ നേമം പുഷ്പരാജ്. അവാർഡുകൾ പലപ്പോഴും വിവാദമാകുന്നത് അതിൻ്റെ ജൂറിയുടെ ഘടന അനുസരിച്ചാണ് മിക്കവാറും. എല്ലാ കാലത്തും അവാർഡുകൾ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട്, വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അത് ഏത് മേഖലയിലും അങ്ങനെ തന്നെയാണ്. സ്പോർട്സ് മാത്രമാണ് കൃത്യമായി ആരാദ്യം ഓടിയെത്തുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഗെയിം എടുക്കുന്ന ആൾ, ഗോൾ അടിക്കുന്ന ആൾ, അതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നത്. കലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മാനദണ്ഡം ബുദ്ധിമുട്ടാണ്. ശരിക്കും ഒരു 3, 5, 7 ജൂറി ഉള്ളതിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം, ഒരു കോടതി എന്നതുപോലെ തന്നെ ഭൂരിപക്ഷ അഭിപ്രായം ജഡ്ജിമാർ തീരുമാനിക്കുന്നതിനെ ഫൈനലൈസ് ചെയ്യുന്നു. അത് തന്നെയാണ് വരുന്നത്. പക്ഷേ ചില ഘട്ടങ്ങളിലെങ്കിലും ബാഹ്യമായ ഇടപെടലുകൾ അതിന് വരാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലാണ് അത് ജൂറിയുടെ ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ സംഘർഷങ്ങൾക്കിടയാക്കുകയും അത് കൂടുതൽ ചർച്ചയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഞാൻ ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായിരുന്ന സമയത്ത് 2 വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാർട്ടൂണിൻ്റെ കാര്യത്തിലാണ്. ലളിതകലാ അക്കാദമി പെയിൻറ്റിങ്ങിൻ്റെയും ശില്പങ്ങളുടെയും കാർട്ടൂണിൻ്റെയും ഫോട്ടോഗ്രാഫിയുടെയും ഒക്കെ മേഖലകളിൽ സംസ്ഥാന തലത്തിൽ അവാർഡ് കൊടുക്കുന്ന ഒരു ജൂറിയാണ് തീരുമാനിക്കാറുള്ളത്. ഓരോന്നിനും സെപ്പറേറ്റ് ജൂറിയാണ്. അപ്പോൾ കാർട്ടൂണിന് ആ ഘട്ടത്തിലുണ്ടായിരുന്നത്, ആദ്യത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സഖാവിനെതിരായിട്ട് സുജിത്ത് വരച്ചൊരു കാർട്ടൂണാണ്. അത് അദ്ദേഹത്തെ നിശീതമായി വിമർശിക്കുന്ന ഒരു കാർട്ടൂണായിരുന്നു. അദ്ദേഹത്തെയും കോടിയേരി ബാലകൃഷ്ണൻ സഖാവിനെയൊക്കെ വിമർശിക്കുന്ന ഒരു കാർട്ടൂണായിരുന്നു. പക്ഷേ അതിൻ്റെ ജൂറി അന്ന് കേരളത്തിൽ ആദരണീയനായ യേശുദാസും പോയ കാർട്ടൂണിസ്റ്റ് യേശുദാസ് ഉൾപ്പെടുന്ന ഒരു ജൂറി ആയിരുന്നു അന്നത് തിരഞ്ഞെടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ജൂറിയുടെ തീരുമാനം അന്തിമമാണ്. അവർ ഇപ്പം നമുക്ക് കേരളത്തിൽ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ജൂറികളെയാണ് എപ്പോഴും ആരും വെക്കാറുള്ളത്. ഏത് മികച്ച അവാർഡിനും വെക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ജൂറി തിരഞ്ഞെടുത്തതിൽ ഏറ്റവും ഒന്നാമത് വന്നിരുന്നത് ഈ മുഖ്യമന്ത്രി വിമർശിക്കുന്ന കാർട്ടൂണാണ്. മുഖ്യമന്ത്രി ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക വകുപ്പിൽ നിന്ന് ഒരു അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തെ നിശിതമായി വിമർശിക്കുന്ന ഒരു കാർട്ടൂണിനാണ് വന്നത്. അത് രൂക്ഷമായ വിമർശനങ്ങൾക്ക് അന്ന് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് കുറച്ചൊക്കെ ഉണ്ടായി. പക്ഷേ ജൂറിയുടെ തീരുമാനത്തെ മാറ്റാനായിട്ടോ പുനഃപരിശോധിക്കാനായിട്ടോ ഞങ്ങൾ ശ്രമിച്ചില്ല. വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചു. രണ്ടാമത് സംഭവിച്ചതെന്ന് പറയുന്നത്, ഫ്രാങ്കോയെ ഒരു വിമണൈസറായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് സുഭാഷ് വരച്ചൊരു കാർട്ടൂണാണ്. അത് പിന്നീട് ഇപ്പോൾ കാലം വളരെ വ്യക്തമായി തന്നെ തെളിയിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പങ്ക് എന്തായിരുന്നു എന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശ്രിതരായിട്ടുള്ള കുറേ പേര് അന്ന് അക്കാദമിക്കെതിരായിട്ട് പ്രതിഷേധങ്ങൾ നടത്തുകയും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തി. വലിയ ചാനൽ ചർച്ചകൾ നടന്നു. അക്കാദമിയെ ഉപരോധിച്ചു. വലിയ സംഘർഷത്തിലേക്ക് വളർന്ന എൻ്റെ വീട്ടിലേക്ക് അത് മറ്റൊരു സംഭവത്തിനോടനുബന്ധിച്ച് ഈ കാർട്ടൂൺ വിവാദവുമായി തന്നെ ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ജൂറിയുടെ തീരുമാനം അന്തിമമാണ് എന്ന നിലപാട് തന്നെയാണ് ലളിതകലാ അക്കാദമി അന്ന് സ്വീകരിച്ചത്. ഞാൻ ചെയർമാനായിട്ടുള്ള അക്കാദമി തീരുമാനിച്ചത്. ഈ കാർട്ടൂണുകൾക്കെല്ലാം അവാർഡ് കൊടുത്തു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി വിമർശിച്ച കാർട്ടൂണിന് മുഖ്യമന്ത്രി തന്നെയാണ് അവാർഡ് നൽകിയത്. ആ സ്റ്റേജിൽ അവാർഡ് സമർപ്പിച്ചത് മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അപ്പോൾ ഈ ചലച്ചിത്ര അവാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഗത്ഭരായിട്ടുള്ള ജൂറി തന്നെയാണ് അതിലുണ്ടായിരുന്നത്. പക്ഷേ അതിനിടയിൽ വളരെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അക്കാദമി ചെയർമാൻ്റെ, ജൂറി ചെയർമാൻ്റെ അല്ല, അക്കാദമി ചെയർമാൻ്റെ ചില ഇടപെടലുകൾ ഉണ്ടായപ്പോൾ അത് വളരെ വിമർശന വിധേയമായി. അതായിരുന്നു പിന്നീട് പലതരത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമായത്. ഒരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരു അക്കാദമിയോ അല്ലെങ്കിൽ അത്തരം സർക്കാർ സംവിധാനത്തിലുള്ള പൊതു സ്ഥാപനങ്ങൾ ഒരു അവാർഡ് തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് നിഷ്പക്ഷത ഉണ്ടാവണം. കാരണം ഈ കേരളത്തിലെ ഓരോ മേഖലയിലും ഉള്ളതിൻ്റെ അതോറിറ്റി ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം, സംഘടന അല്ലെങ്കിൽ സ്ഥാപനം അവാർഡുകൾ നിശ്ചയിക്കുമ്പോൾ അത് വളരെ ആധികാരികമാവണം. അതിൽ പക്ഷപാതം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവാർഡുകൾ വിലയില്ലാതാവും. അത്തരത്തിൽ ഒരുപാട് അവാർഡുകൾ
നൽകുകയും വിലയില്ലാതാവുകയും ചെയ്ത അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഇത്തവണ സംഭവിച്ചത് ഇത് തന്നെയാണ്. അക്കാഡമി ചെയർമാൻ രഞ്ജിത്ത് ആവശ്യമില്ലാത്ത ഇടപെടൽ നടത്തുകയും ജൂറികളെ സ്വാധീനിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് രഞ്ജിത്ത് നിഷേധിച്ചിട്ടുമില്ല. ഈ നിമിഷം വരെ രഞ്ജിത്ത് നിഷേധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവാർഡ് വന്നപ്പോഴാണ് അത് കൂടുതൽ വിമർശന വിധേയമായത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിച്ച ഒരു നിലപാടായിരുന്നില്ല അത് എന്നുള്ളൊരു നിലപാട് എനിക്ക് എടുക്കേണ്ടി വന്നത്. അടുത്ത കാലത്ത് കുറേ ഒരു വലിയ ഗ്യാപ്പ് സിനിമയിലുണ്ടായി, പ്രത്യേകിച്ചും ഡയറക്ഷനിൽ. ഞാൻ ആർട്ട് ഡയറക്ഷൻ പൂർണ്ണമായി നിർത്തിയിട്ട് തന്നെയാണ്, പൂർണ്ണമായിട്ട് ഒഴിവാക്കിയതാണ്. അത് ഇനി ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ ഡയറക്ഷനിൽ ഗൗരീശങ്കരവും ബനാറസും അത് കഴിഞ്ഞ് കുക്കിലിയാർ എന്ന് പറഞ്ഞിട്ട് മനോജ് കെ ജയൻ നായകനായിട്ടുള്ള ഒരു ചിത്രം ചെയ്തിരുന്നു. സരയു എന്ന പേരിൽ ഇപ്പോൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് അത് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അതിൽ ക്രെഡിറ്റ് ഡയറക്ടറുടെ പേരില്ല, പ്രൊഡ്യൂസറുടെ പേരില്ല, ഒരു ടെക്നീഷ്യൻ്റെയും പേരില്ലാതെ യൂട്യൂബിൽ കുക്കിലിയാർ എന്ന പടം സരയു എന്ന പേരിൽ ഇപ്പോൾ ഉണ്ട്. ഒരുപാട് ആൾക്കാർ കണ്ടു കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലിയ ഗ്യാപ്പ് വന്നത് ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായി ചുമതലയേറ്റപ്പോൾ ശരിക്കും കേരള ലളിതകലാ അക്കാദമിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സമയമായിരുന്നു ഈ ഒരു പീരീഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അക്കാദമിക്ക് 12 ആർട്ട് ഗ്യാലറികളാണ് കേരളത്തിലുള്ളത്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. ഞാൻ വന്നതിന് ശേഷം ആ ഒരു പീരീഡ് കൊണ്ട് തന്നെ 58 വർഷത്തെ അക്കാദമിയുടെ ചരിത്രത്തിൽ ഞാൻ വന്നു കഴിഞ്ഞിട്ട് 6 ഗ്യാലറികൾ അഡീഷണലായിട്ട് പുതുതായിട്ട് തുടങ്ങാൻ പറ്റി. മാത്രമല്ല ടി കെ പത്മിനി ആർട്ട് ഗ്യാലറി എന്നുള്ള ഒരു ദർബാർ ഹാളിൽ നമ്മുടെ കൊച്ചിയിൽ ഒരു ദേശീയ നിലവാരത്തിൽ ഉള്ള ഒരു മനോഹരമായ ഒരു ഗ്യാലറി പ്രത്യേകം തുടങ്ങി. ടി കെ പത്മിനി എന്ന് പറയുന്ന കേരളത്തിൻ്റെ കലാചരിത്രത്തിൽ ഏറ്റവും ആധുനിക കലാചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ രാജാ രവിവർമ്മ എങ്ങനെയാണോ കേരളത്തിൻ്റെ ചിത്രകലാ ചരിത്രം തുടങ്ങി വെച്ചത്, അതുപോലെ തന്നെ ഒരു ആധുനിക ചിത്രകലയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം KCS പണിക്കറിന് ശേഷം ഏറ്റവും മികച്ച രീതിയിൽ ചിത്രരചനയിലേക്ക് വന്നത് ടി കെ പത്മിനി ആയിരുന്നു. 29ാമത്തെ വയസ്സിൽ അവരുടെ പ്രസവത്തോടനുബന്ധിച്ച് കുട്ടിയും അവരും മരിക്കുകയായിരുന്നു. അതുല്യയായ ആ കലാകാരിയുടെ അന്ന് വരച്ചിട്ടുള്ള ചിത്രങ്ങൾ മുഴുവൻ വീട്ടുകാർ അക്കാദമിക്കാണ് തന്നത്, ലളിതകലാ അക്കാദമിക്കായിരുന്നു. അക്കാദമിയുടെ ശേഖരത്തിൽ ഇത് ശരിക്കും ഫംഗസ് പിടിച്ച് വളരെ മോശമായൊരു അവസ്ഥയിലായിരുന്നു കിടന്നത്. അത് മുഴുവൻ റീസ്റ്റോർ ചെയ്തെടുത്തിട്ട് അതിന് ഉചിതമായ രീതിയിലൊരു വലിയ ഗ്യാലറി നിർമ്മിക്കാൻ കഴിഞ്ഞു. അങ്ങനെ 12 ഗ്യാലറി ഉണ്ടായിരുന്നത് 18 ഗ്യാലറിയായി. മാത്രമല്ല കേരളത്തിൻ്റെ അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടർ ഇറങ്ങുന്നത്. പലരും അതിനു മുമ്പ് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതായിരുന്നു. ഈ കാലം വരെയുള്ള രാജാ രവിവർമ്മ മുതൽ ഇക്കാലം വരെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ചിത്രകാരന്മാരെയും ചിത്രകാരികളെയും ശില്പികളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമ്പൂർണമായൊരു ആർട്ട് ഡയറക്ടറി ഇറക്കാൻ കഴിഞ്ഞു. അക്കാദമി പല കാലങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ള ആർട്ട് ക്യാമ്പുകളുണ്ട്. പിന്നെ പല പ്രഗത്ഭരായിട്ടുള്ള ചിത്രകാരന്മാരും ശില്പികളും ഒക്കെ സംഭാവന ചെയ്ത ശില്പങ്ങളും ചിത്രങ്ങളുമുണ്ട്. ആയിരക്കണക്കിന് വരുന്ന അത്തരം ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ തന്നെ അനാഥമായ രീതിയിൽ കൊണ്ട് ഒരു സ്റ്റോറിനുള്ളിൽ ഡംപ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കൃത്യമായി ഡിജിറ്റലൈസ് ചെയ്തു. അതിൻ്റെ ചിത്രങ്ങൾ എടുത്തു, സൈസ്, ഏത് മാധ്യമത്തിലാണ് ചെയ്തത്, ആരാണ് ചെയ്തത്, ഏത് കാലത്ത് ചെയ്തു, അതെല്ലാം ക്ലാസിഫൈ ചെയ്തുകൊണ്ട് അവ ഒരു ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കുന്നത് പോലെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് അതിനുള്ള ഒരു സ്റ്റോർ റൂം സെറ്റ് ചെയ്തു. വിശാലമായ ഒരു വലിയ ഒരു സംഭരണ സംവിധാനമായിരുന്നു അക്കാദമി ചെയ്തത്. അങ്ങനെ അനവധിയായ ഈ കോവിഡിൻ്റെ സമയത്ത് പോലും അക്കാദമി ദുരിതം അനുഭവിക്കുന്ന കലാകാരന്മാർക്കായിട്ട് വീടുകളിൽ ക്യാൻവാസും കളറും എത്തിച്ചുകൊണ്ട് ആരും അന്ന് അക്കാദമികൾ മുഴുവൻ അടഞ്ഞു കിടന്ന കാലമാണ്. ലോകമെമ്പാടും അടഞ്ഞു കിടന്നപ്പോൾ പോലും പ്രത്യേകം സാക്ഷ്യം മേടിച്ചുകൊണ്ട് കലാകാരന്മാരുടെ വീട്ടിലെ കളറും ക്യാൻവാസും എത്തിച്ച് പരമാവധി 50,000 രൂപ വരെ ഓരോ ആർട്ടിസ്റ്റുകൾക്കും കൊടുക്കാവുന്ന തരത്തിൽ 30,000 മുതൽ 50,000 വരെയുള്ള ശില്പങ്ങൾക്കും ചിത്രങ്ങൾക്കും ഒക്കെ സെപ്പറേറ്റ് തുകയായിരുന്നു. അങ്ങനെ 50,000 രൂപ വരെ കൊടുക്കുന്ന തരത്തിൽ വീടുകളിൽ ക്യാമ്പ് നടത്തിക്കൊണ്ട് അന്ന് ആർട്ടിസ്റ്റുകൾക്ക് ഒരു കൈത്താങ്ങായി മാറുവാൻ കഴിഞ്ഞു.
അത്തരത്തിലുള്ള ഒരുപാട് കളരികൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അനവധി കളരികൾ, കുട്ടികളുടെ കലാ അഭിരുചി വളർത്തിയെടുക്കാനുള്ള കളരികൾ, വനിതകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകം ക്യാമ്പുകൾ, മറ്റ് സംഘടനകളും അക്കാഡമിയുടെ പരിമിതമായ ബഡ്ജറ്റിൽ നിൽക്കാതെ വരുമ്പോൾ ചിലപ്പോൾ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടും ബേക്കൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലത്തെ ടൂറിസവുമായിട്ട് പ്രാദേശിക ടൂറിസമായിട്ട് ഒക്കെ ചേർന്നുകൊണ്ട് ശില്പങ്ങളും ചിത്രങ്ങളും അനവധിയായി നിർമ്മിക്കാൻ പറ്റി. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും സജീവമായ ഒരു പീരീഡായിരുന്നു ആ 6 വർഷക്കാലം. അതുകൊണ്ട് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ സിനിമയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മേഖലകളിൽ എനിക്ക് വേറെ ഒന്നിനും സമയമുണ്ടായില്ല. ഇപ്പോൾ സത്യത്തിൽ കാണുമ്പോൾ ഞാനത് അങ്ങനെ ഒരു വിമർശനപരമായി പറയുകയല്ല, വർക്ക് ചെയ്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നു. പല അക്കാഡമികളും ഒരു നമുക്ക് കിട്ടുന്ന ഒരു പദവി, വാഹനം, മറ്റ് സൗകര്യങ്ങളൊക്കെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് അപ്പുറത്തേക്ക് പോകാതിരിക്കുന്ന ചില സ്ഥലങ്ങളെങ്കിലും സത്യത്തിൽ നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പൗരൻ എന്നുള്ള നിലയിൽ വേദന തോന്നാറുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു സംഭവം പോലും എത്രമാത്രം സങ്കുചിതമായാണ് അക്കാഡമികൾ നടക്കുന്നത് എന്നതിൻ്റെ ഒരു തെളിവായിട്ട് ബോധ്യപ്പെട്ടൊരു കാര്യം, TK പത്മിനി ട്രസ്റ്റ് അവർ വർഷം തോറും TK പത്മിനിയുടെ ജന്മദിനത്തിൽ അവാർഡുകൾ പ്രഖ്യാപിക്കാറുണ്ട്, പുരസ്കാരം നൽകുന്നു. അത് മലയാളിയായിട്ടുള്ള ലോകമെമ്പാടുമുള്ള ചിത്രകാരന്മാരെ പരിഗണിക്കാറുണ്ട്. പാരീസ് വിശ്വനാഥനുണ്ട്, അക്കിത്ത നാരായണൻ, കൂടല്ലൂർ അച്യുതൻ, BD ദത്ത സാറ്, കാനായി കുഞ്ഞിരാമൻ സാറ് തുടങ്ങി അനില ജേക്കബ് മാഡം ശില്പകലയിൽ, അങ്ങനെ അനവധിയായിട്ടുള്ള ചിത്രശില്പികളെ അവർ പരിഗണിക്കുന്നുണ്ട്. അത് ട്രസ്റ്റാണ് അതിൻ്റെ അവാർഡ് തുക നൽകുന്നത്, ശില്പം നൽകുന്നത്, ബാക്കിയെല്ലാം ചെയ്യുന്നത്. പക്ഷേ പത്മിനിയോടുള്ള ഒരു ആദരവ്, ഒരു കേരളത്തിലെ ഒരു ചിത്രകാരിയെ എങ്ങനെയാണ് ആദരിക്കേണ്ടത് എന്നത് എനിക്ക് മുൻപ് വന്ന ചെയർമാൻമാർ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉൾപ്പെടെ ഇരുന്ന സമയത്ത് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ ചുമതല ലളിതകലാ അക്കാദമിയാണ് ഏറ്റെടുത്തത്. അത് അതിവിപുലമായി തന്നെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. വലിയ പരിപാടികളും ക്യാമ്പുകളും ചിത്രകലാ ക്യാമ്പുകളും ഒക്കെ ആയിട്ടാണ് അത് നടത്താറുള്ളത്. പക്ഷേ ഈ വർഷത്തിൽ ട്രസ്റ്റ് ഒരു അവാർഡ് തീരുമാനിക്കുകയും ജൂറിയെ വെച്ചിട്ട്, അത് കേരളത്തിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും മികച്ച ജൂറിയാണ്. ഒന്ന് കാനായി കുഞ്ഞിരാമൻ സാറ്, മറ്റൊന്ന് BD ദത്തൻ, പിന്നെ ഒരു സാഹിത്യകാരനും ട്രസ്റ്റിൻ്റെ ചെയർമാനുമായിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണൻ. ഈ 3 പേര് ചേർന്ന ഒരു ജൂറി ഒരു തീരുമാനമെടുക്കുന്നു, ഒരു ആർട്ടിസ്റ്റിന് അവാർഡ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. ലളിതകലാ അക്കാദമി അത് ഗംഭീരമായിട്ട് ആ പരിപാടി നടത്താനായിട്ട് എക്സിക്യൂട്ടീവ് തീരുമാനിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൽ നിന്ന് ആ അവാർഡ് ലഭിച്ച വ്യക്തിയോടുള്ള എന്തോ വ്യക്തിപരമായ വിരോധം കൊണ്ട് സെക്രട്ടറി തീരുമാനിക്കുന്നു ഇതിൽ പങ്കെടുക്കേണ്ടതില്ല, ഈ ജൂറിയുടെ തീരുമാനം ശരിയല്ല, അതുകൊണ്ട് ഇതുമായിട്ട് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ സെക്രട്ടറി, ലളിതകലാ അക്കാദമിയുടെ സെക്രട്ടറി തീരുമാനിക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അപ്പോൾ ഞാനത് സൂചിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രസ്റ്റ് അവരാണ് ഇതിൻ്റെ അക്കാദമിയുടെ അവരുടെ അവാർഡ് കൊടുക്കുന്നത്, അവാർഡ് തീരുമാനിക്കുന്ന, ജൂറിയെ തീരുമാനിക്കുന്ന, ഇതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനുള്ളിൽ പോലും കയറി ഇടപെടാൻ ലളിതകലാ അക്കാദമി സെക്രട്ടറി കഴിഞ്ഞു എങ്കിൽ തീർച്ചയായിട്ടും ലളിതകലാ അക്കാദമി ഈ സെക്രട്ടറി ഇരുന്ന പീരീഡിൽ കൊടുത്ത അവാർഡുകളുടെ അവിശുദ്ധമായ ഒരു പശ്ചാത്തലമാണ് എന്നെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. കാരണം ശരിക്കും ഒരു ജൂറിയുടെ തീരുമാനം അന്തിമമായിരിക്കെ അത് പ്രത്യേകിച്ചും ഒരു ബാഹ്യമായ ഒരു ട്രസ്റ്റിൻ്റെ ജൂറി എടുത്ത തീരുമാനം, ട്രസ്റ്റ് എടുത്ത തീരുമാനത്തെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഈ സെക്രട്ടറി എങ്ങനെയാണ് ലളിതകലാ അക്കാദമി ഈ സെക്രട്ടറി ഇരുന്ന കാലങ്ങളിൽ എടുത്ത അവാർഡുകൾ എങ്ങനെയാണ് സംശുദ്ധമാവുന്നത് എന്ന ഒരു വലിയ ചോദ്യം മുന്നോട്ട് വരുന്നുണ്ട്. അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ അവാർഡുകൾ മാറ്റേണ്ട അവസ്ഥ. കാരണം പ്രത്യേകിച്ചും നമുക്കറിയാം, ഏത് അക്കാദമി ആയിരുന്നാലും ജൂറിയെ തീരുമാനിക്കുന്നത് ചെയർമാനും സെക്രട്ടറിയും ജൂറി അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ ചേർന്നാണ് അത് ഫൈനലൈസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഒരാളെ വേണ്ട എന്ന് വേണമെങ്കിൽ വെക്കാം, ഒരാളെ വെക്കാൻ തീരുമാനിക്കാം. അപ്പോൾ എന്തായിരുന്നാലും താല്പര്യങ്ങൾ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ജൂറിയെ വെക്കുന്നത്. അപ്പോൾ ഈ ജൂറിക്കകത്ത് ഇയാൾ എത്രമാത്രം ഇടപെട്ടിട്ടുണ്ടാവും, ഇതുവരെ വാങ്ങിയിരിക്കുന്ന ഈ ലളിതകലാ അക്കാദമി ഈ സെക്രട്ടറിയുടെ സമയത്ത് നൽകിയിരിക്കുന്ന, ഇപ്പോൾ നിലനിൽക്കുന്ന അക്കാദമിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്,
നിലനിൽക്കുന്ന സെക്രട്ടറി കൂടെ പങ്കെടുത്തിട്ടുള്ള ആ ജൂറിയുടെ തീരുമാനങ്ങൾ മുഴുവൻ പുനഃപരിശോധിക്കേണ്ടതാണ്, അവിശുദ്ധമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പത്മിനി ട്രസ്റ്റ് പോലുള്ള ഒരു ട്രസ്റ്റ്, ആധികാരികമായി നിൽക്കുന്ന ഒരു ട്രസ്റ്റ്, കാനായി സാറിനെ പോലെയും ബി ഡി ദത്ത സാറിനെ പോലെയും ആലങ്കോട് ലീലാകൃഷ്ണനെ പോലെയുമുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരു കമ്മിറ്റി എടുത്ത തീരുമാനം അയാൾക്ക് വ്യക്തിപരമായി ആ അവാർഡ് കിട്ടിയ ആള് ഇഷ്ടമില്ല എന്നതുകൊണ്ട് അത് മാറ്റണം, എങ്കിലേ അക്കാഡമി സഹകരിക്കുള്ളൂ എന്ന് പറയുന്ന ധിക്കാരം കാണിക്കുമ്പോൾ അതിൽ വേറെ എക്സിക്യൂട്ടീവ് തീരുമാനമില്ല. എക്സിക്യൂട്ടീവ് തീരുമാനമെല്ലാം ഇത് ഗംഭീരമായി നടത്തണമെന്നുള്ളതാണ്. മാത്രമല്ല ഇത് ഈ ട്രസ്റ്റ് നടത്തുമ്പോൾ തന്നെ, ഈ ട്രസ്റ്റ് ഈ അവാർഡ് നിശ നടത്തുമ്പോൾ അക്കാഡമിയിൽ നിന്ന് വൈസ് ചെയർമാൻ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, ഈ സെക്രട്ടറിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അക്കാഡമിയുടെ വൈസ് ചെയർമാൻ പങ്കെടുത്തു, അക്കാഡമിയുടെ മാനേജർ പങ്കെടുത്തിരുന്നു, അവിടെയുള്ള പല സ്റ്റാഫുകളും പങ്കെടുത്തിരുന്നു. അത്ര വളരെ നിന്ദ്യമായ ഒരു മനസ്സുമായി നടക്കുന്ന ഒരു സെക്രട്ടറി ഭരിക്കുന്ന ഇന്നത്തെ ലളിതകലാ അക്കാഡമി എങ്ങനെയാണ് നീതിപൂർവം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊരു വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ എൻ്റെ ഒരു 6 വർഷക്കാലം ലളിതകലാ അക്കാഡമിയുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയോ അല്ലെങ്കിൽ മറ്റ് മേഖലകൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഇതിനിടയിൽ കുറേ പുസ്തകങ്ങൾ ഞാൻ രചിച്ചിട്ടുണ്ട്. കാനായി കുഞ്ഞിരാമൻ സാറിനെ കുറിച്ചൊരു പുസ്തകം, അത് മലയാളത്തിൽ ഏക പുസ്തകം അത് തന്നെയുള്ളൂ. രാജാ രവിവർമ്മയെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു പുസ്തകമുണ്ട്. ടി കെ പത്മിനിയെക്കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ, കലാസംബന്ധമായ പുസ്തകങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം പൂർണ്ണമായിട്ട് നിർത്തിക്കൊണ്ടായിരുന്നു ഞാൻ എൻ്റെ പീരീഡിൽ ലളിതകലാ അക്കാഡമിയിൽ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുമായിട്ടൊരു വലിയ ഗ്യാപ്പ് വന്നു. ഇപ്പോൾ വീണ്ടും ഒരു ചലച്ചിത്രത്തിൻ്റെ പണിപ്പുരയിലാണ്. 2ാം യാമം എന്ന് പറഞ്ഞിട്ട് സ്വാസിക നായികയും ധ്രുവൻ, നമ്മുടെ കണ്ണൂർ സ്കോഡിലൊക്കെ അഭിനയിച്ച ധ്രുവൻ നായകൻ, 2 നായകന്മാരാണ്. ഒന്ന് ഗൗതം കൃഷ്ണ, യക്ഷിയും ഞാനും എന്ന പടത്തിലെ നായകനായിട്ടുള്ള ഗൗതം കൃഷ്ണ, പിന്നെ ജോയി മാത്യു, പഴയ രേഖ, നന്ദു തുടങ്ങി ഒരുപാട് പേര്, കരമന സുധീർ തുടങ്ങിയ ഒട്ടേറെ ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പൂർണ്ണമായിട്ടും കഴിഞ്ഞു. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആർട്ട് ഡയറക്ഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഞാൻ എൻസൈക്ലോപീഡിയയിൽ ആർട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആണ് ഈ സിനിമയിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ സീനിയേഴ്സ് 2 പേര് റിട്ടയർ ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ ഓഫീസിൽ നിന്ന് നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ വിളിച്ചു. അന്നേരം എൻ്റെ മുന്നിലുണ്ടായിരുന്ന 2 ഓപ്ഷൻ, ഒന്ന് ജോലി ഉപേക്ഷിച്ചുകൊണ്ട് കലാരംഗത്ത് നിൽക്കുക, കലാ സംവിധാന രംഗത്ത് നിൽക്കുക, മറിച്ച് മറ്റൊന്ന് ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട പലരും എന്നോട് പറഞ്ഞത്, എൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള മറ്റ് പെയിൻറ്റിങ്ങിനോ മറ്റ് ചിത്രരചനയ്ക്കോ ഒന്നും ഒരു തടസ്സവും ഒരിക്കലും എൻ്റെ ഓഫീസിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഓഫീസിലെ സ്റ്റാഫുകൾ മുഴുവൻ എനിക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിരുന്നു. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ തിരിച്ച് ജോയിൻ ചെയ്യുകയും അത്യാവശ്യം വേണ്ടുന്ന കലാപ്രവർത്തനം ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു തീരുമാനം. അങ്ങനെയാണ് ഞാൻ തിരിച്ച് അക്കാഡമിയിൽ എൻ്റെ എൻസൈക്ലോപീഡിയയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 80ഓളം ചിത്രങ്ങൾക്ക് ആർട്ട് ഡയറക്ഷൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അസോസിയേറ്റ് ആർട്ട് ഡയറക്ടേഴ്സ് പ്രഗത്ഭരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള ആർട്ട് ഡയറക്ടേഴ്സായിരുന്നു. ഇപ്പോൾ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന 2 പേരാണ്. ഒന്ന് ത്യാഗു തവനൂർ എന്ന് പറയുന്ന, ത്യാഗുവാണ് എൻ്റെ ഈ പുതിയ പടത്തിൻ്റെ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് സുജിത്ത് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ക്രൂ മൊത്തമായിട്ട് ഇവരോടൊപ്പം ചേരുകയും ഇവരെ 2 പേരെയും കൂടെ ചേർത്തുകൊണ്ട് ഒരു പടം, ആദ്യത്തെ ബ്ലസ്സിയുടെ പടത്തിലാണ് അവർ ആർട്ട് ഡയറക്ഷൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു തുടക്കത്തിന് കാരണമായി. എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്തതിൽ ഒരുപക്ഷെ ആർട്ട് ഡയറക്ടേഴ്സിൽ എൻ്റെ അസിസ്റ്റൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. ഒരു 6ഓളം ആർട്ട് ഡയറക്ടേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇന്ന് സിനിമയിലുണ്ട്. 6 7 ആർട്ട് ഡയറക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും നല്ല തിരക്ക് പിടിച്ച് തന്നെയാണ് ചെയ്യുന്നത്. കാരണം അവർ വർക്ക് ചെയ്യുന്ന സമയത്തെല്ലാം അവർക്ക് വളരെ ഫ്രീ ആയിട്ടുള്ള, അവരെന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ മുന്നിൽ നിർത്തി തന്നെയായിരുന്നു ഞാൻ എൻ്റെ ആർട്ട് ഡയറക്ഷൻ കാലം പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാനും കഴിഞ്ഞു.
അവരെല്ലാവരും ഇന്ന് നല്ല തിരക്ക് പിടിച്ച് വർക്ക് ചെയ്യുന്നുമുണ്ട്. കലാസംവിധാനം ചെയ്തതിൽ എന്നെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം തോന്നിയിട്ടുള്ള ഒരുപാട് വർക്ക്, നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കുകളും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. പ്രത്യേകിച്ചും ഓരോ പടത്തിൻ്റെ സ്വഭാവം, ബഡ്ജറ്റ് ഒക്കെ അനുസരിച്ചാണ് അത് വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്, എനിക്ക് ഒട്ടും പരിചിതമില്ലാതിരുന്ന ഒരു പടമായിരുന്നു പൈതൃകം. അത് വളരെ അന്നത്തെ കാലം അനുസരിച്ച് ഒരു സോമയാഗവും അതിരാത്രവും, ഞാനൊക്കെ അത്തരം വിശ്വാസങ്ങൾക്ക് അതിശക്തമായി എതിരായി മനസ്സുകൊണ്ട് നിന്നിരുന്ന ഒരു കാലത്ത് അത്തരം ഒരു വർക്ക് ചെയ്യേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഒരുപാട് പഠിച്ചിട്ട് വളരെ ശരിക്കും ആധികാരികമെന്ന് പറയാവുന്ന രീതിയിൽ തന്നെയാണ് അത് ചെയ്തത്. അപ്പോൾ അതൊരു നല്ല ചലഞ്ചിങ് വർക്കായിരുന്നു. സോപാനം അതുപോലെ തന്നെയാണ്. ഹൈവേ, ഒരു പട്ടണം മുഴുവൻ, ഒരു ടൗൺഷിപ്പ് മുഴുവൻ സെറ്റിട്ടുകൊണ്ട് ചെയ്ത വർക്കാണ്. ഷാജി കൈലാസിൻ്റെ രുദ്രാക്ഷം, അത്തരത്തിൽ സുഹൃതം, മസനഗുഡിയിലെ വർക്കുകളും ഒക്കെ ആയിട്ട് അങ്ങനെ മിക്കവാറും ചെയ്ത വർക്കുകൾ എല്ലാം പ്രിയപ്പെട്ടതാണ്. എങ്കിലും ഇവയൊക്കെ കൂടുതൽ പ്രിയപ്പെട്ടതാണ്. അതുപോലെ ബനാറസ്, അതിൻ്റെ ആർട്ട് ഡയറക്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇതായിരുന്നു. ഗൗരീശങ്കറും ഒക്കെ അതിലൊക്കെ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റിയെന്നത്. പിന്നെ തിളക്കം, ചാന്തുപൊട്ട്, ഇതെല്ലാം ഇഷ്ടപ്പെട്ട കലാസംവിധാനം ചെയ്ത വർക്കുകൾ തന്നെയാണ്. കണ്ണകി, അങ്ങനെ അനവധിയുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ആർട്ട് ഡയറക്ഷനിലുണ്ട്. ഇപ്പോൾ കുറേ കാലമായിട്ട്, ഒരു 6-7 വർഷമായിട്ട് ഞാൻ നേമത്ത് ഇന്ത്യൻ ആർട്ട് അക്കാഡമി എന്ന പേരിലൊരു കലാസ്ഥാപനം നടത്തുന്നുണ്ട്. അത് 2 ഉദ്ദേശത്തിലാണ്. ഞാൻ ഒന്ന് പ്രധാനമായിട്ട് എൻ്റെ ഒരു സ്റ്റുഡിയോ, ഒരു ഗാലറി എന്നുള്ള നിലയിലാണ് അത് തുടങ്ങിയത്. ഒരു 7 വർഷത്തിന് മുമ്പാണ്. ഞാൻ എൻസൈക്ലോപീഡിയയിൽ നിന്ന് ഇരിക്കുന്ന സമയത്ത് തന്നെ തുടങ്ങിയ ഒരു സ്ഥാപനമായിരുന്നു. യാതൊരു ബിസിനസ് താല്പര്യവും ഇല്ല. എൻ്റെ വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ്, ഒപ്പം തന്നെ ഒരു ഗാലറി എന്നുള്ള നിലയ്ക്കാണ്. പക്ഷെ പിന്നീട് അത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യുകയും ഇന്നിപ്പോൾ ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും ഡാൻസ്, മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക്, വയലിൻ, ഗിത്താറ്, കീബോർഡ്, ഡ്രംസ്, യോഗ, അതുപോലെ തുടങ്ങി കണ്ടംപററി ഡാൻസ് വരെയുള്ള എല്ലാ കലാമേഖലകളിലുമുള്ള കുട്ടികൾക്ക് കല അഭ്യസിപ്പിക്കാനുള്ള ഒരു സ്ഥാപനമായിട്ടത് ഇപ്പോൾ വളരെ വളർന്ന് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. 7 വർഷക്കാലമായി ഒരുപാട് സ്റ്റാഫുകളും ഒക്കെയുള്ള ഒരു രീതിയിലാണ് ഇന്ന് ആ സ്ഥാപനം നടക്കുന്നത്. എല്ലാ ശനിയും അവധി ദിവസങ്ങളിലാണ്, ശനിയും ഞായറും ദിവസങ്ങളിലാണ് ഇത് നടക്കുന്നത്. അതിനു വേണ്ടി തന്നെയാണ് ഒരു സ്ഥാപനം, ഒരു ബിൽഡിങ് അതിനുവേണ്ടി തന്നെ അത് കണ്ടുകൊണ്ട് തന്നെ ചെയ്ത ഇതാണ്. പിന്നീട് വീട്ടിൽ വൈഫ് കെൽട്രോണിലായിരുന്നു, റിട്ടയർ ചെയ്തു. 2 പെൺകുട്ടികളാണ്, ആര്യയും അപർണയും. അവരുടെ ഹസ്ബൻഡ്, ഒരാൾ അർജുൻ, ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. മറ്റൊരാൾ ജിതിൻ IT പേഴ്സണാണ്, ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ഒരു മൂത്ത മകൾക്ക് ഒരു കുട്ടിയുണ്ട്, വിഹാൻ. ഇതൊക്കെയാണ് എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലവും കുടുംബ രീതിയൊക്കെ.